കരുവന്നൂർ അന്വേഷണം ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടത്തണമെന്ന് കെ മുരളീധരൻ. ശക്തൻ മാർക്കറ്റിൽ പര്യടനത്തിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുരളീധരൻ. കരുവന്നൂരിലെ ഇഡി അന്വേഷണം വെറും നാടകമാണെന്ന് UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ. ഇത് CPM-ഉം BJP-യും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. വൈകാതെ ഇക്കാര്യങ്ങൾ പുറത്തുവരും. ഇതുവരെ സജീവമായി രംഗത്ത് നിന്നവർ പലരും ഇനി നിശബ്ദരാകുമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ നിഷ്പക്ഷമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. ഇഡി നടത്തുന്ന അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ മേൽനോട്ടം ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ തൃശൂരും തിരുവനന്തപുരം താമര വിരിയിക്കാനുള്ള BJP-യുടെ തന്ത്രം മാത്രമാണ് ഇഡി അന്വേഷണം. ഇത് ഞങ്ങൾക്കും ജനങ്ങൾക്കും അറിയാം. ഇത്തരം കാര്യങ്ങൾ കേരളത്തിൽ വില പോകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കേന്ദ്രത്തിൻ്റെ ലക്ഷ്യം ഒരു ഡീലുണ്ടാക്കുക എന്നാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നോട്ടീസ് അയക്കുന്നത്. അല്ലെങ്കിൽ ED നോട്ടീസ് എത്രയും അയക്കാൻ തുടങ്ങിയിട്ട് കഴിയുന്നു. ഇവിടെ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എൻക്വയറി വേണം. അതല്ലാതെ ഈ പ്രശ്നം അവസാനിക്കില്ല. ഏതായാലും ജൂൺ 4 കഴിഞ്ഞ് ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമ്പോൾ തികച്ചും നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. അതുവരെ ഈ EDയും KDയുടെയും നടപടികൾ ഇവിടെ ആവശ്യമില്ല. കാരണം അവരെ കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. പേടിപ്പിച്ച് വോട്ടുണ്ടാക്കി മോഡിക്ക് വോട്ടുണ്ടാക്കി കൊടുക്കാനാണ് ഈ നോട്ടീസ്. അതുകൊണ്ട് ഇതിന് ഞങ്ങൾ വില കൽപ്പിക്കുന്നില്ല. ജൂൺ 4 ശേഷം ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമ്പോൾ കേസിൻ്റെ യാഥാർത്ഥ്യം മെറിറ്റ് പരിശോധിച്ച് ശക്തമായിട്ടുള്ള നടപടികൾ അന്ന് സ്വീകരിക്കും. പക്ഷേ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. അവിടെ ആ ബാങ്കിൽ നിക്ഷേപിച്ച നിക്ഷേപകരുടെ നിക്ഷേപം തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക്. അത് അദ്ദേഹം നിർവഹിക്കാം.